Welcome. PEON Study Circle, Ministry Mission AS, PACE MES Core, Current Affairs, December 26, 27, 2020. സ്നേഹപൂർവ്വം ധന്യവാദം. കഴിഞ്ഞു പോയതിന് വിരമിക്കുന്നതിനും അടരുന്നതിനും വീഴുന്നതിനും നെടുതരങ്ങൾ ഒരു പറവയുടെ ജീവിതം അത് ജീവിക്കുന്നു. എന്നോടൊന്നുള്ള പഠനയാത്രകളിൽ ഞങ്ങളെ അനുഗമിച്ച് ചുരുങ്ങിയ കാലയളവ് കൊണ്ടുവന്ന് മനസ്സിൽ കയ്യൊപ്പ് ചാർത്തിയ പ്രിയ സ്നേഹിതയ്ക്ക് സ്മരണാർത്ഥം. അകലങ്ങളെ കഴിക്കരുത്, ദൂരമേയുള്ള വിള്ളലുകളിൽ എന്നത് ജീവിതം എന്ന ഹ്രസ്വ പ്രയാണത്തിൽ വരച്ചിട്ടമായ ഓർമ്മകളും First topic is SJVN get 3 hydroelectric projects. SJVN 3 hydroelectric projects. SJVN get 3 hydroelectric projects. State-owned power producer SJVN Limited has been awarded 3 hydroelectric power projects totaling 511 megawatt by the Himachal Pradesh government. The 3 projects are to be developed in the Chenab River basin in Himachal Pradesh. It has allocated 104 megawatt Tadi, 130 megawatt Rasil and 267 megawatt Sachkas hydroelectric project on the Chenab basin to SJVN. ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് 501 മെഗാവാട്ട് ഉള്ള ഒരു ബിഗ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചു, ചെനാബ് റിവർ ബേസിന്റെ അടുത്ത്. അപ്പം ഇതിൽ നിന്ന് 2 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. ഒന്ന്, ഹിമാചൽ പ്രദേശിലാണ് ചെനാബ് റിവർ. കേട്ടല്ലോ, ചെനാബ് റിവർ ഉള്ളത്, ചെനാബ് റിവർ പോകുന്നത് ഹിമാചൽ പ്രദേശത്തിലൂടെ. ഹിമാചൽ പ്രദേശ്. അപ്പം ജോഗ്രഫിയുടെ ഒരു സെക്ഷനാണ് ചെനാബ് റിവർ, ഹിമാചൽ പ്രദേശ്. അപ്പൊ ഹിമാചൽ പ്രദേശില് 3 മെഗാവാട്ട് 3 ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് 501 മെഗാവാട്ടുള്ള 3 അതില് 104 മെഗാവാട്ടിന്റെ താണ്ടി, 130 മെഗാവാട്ട് കാശിൽ ആൻഡ് 267 മെഗാവാട്ട് സച്കാസ് എന്ന 3 പ്രോജക്റ്റുകൾ. സർക്കാർ ഉടമസ്ഥതയിലുള്ള വൈദ്യുതി നിർമ്മാതാവ് SJVN ലിമിറ്റഡ് ഹിമാചൽ പ്രദേശ് സർക്കാർ 501 മെഗാവാട്ട് 3 ജലവൈദ്യുത പദ്ധതികൾ നൽകി. ഹിമാചൽ പ്രദേശിലെ ചെനാബ് നദീ തടത്തിലാണ് 3 പദ്ധതികൾ വികസിപ്പിക്കുന്നത്. ചെനാബ് തടത്തിൽ 104 മെഗാവാട്ട് താണ്ടി, 130 മെഗാവാട്ട് കാശിൽ, 267 മെഗാവാട്ട് സച്കാസ് ജല വൈദ്യുത പദ്ധതികൾ എന്നിവ JCVക്ക് അനുവദിച്ചു. With the latest allocation, it now has 6 projects with a total capacity of 1279 megawatt in the basin. The firm is already developing 430 megawatt Rioli Dugli, 210 megawatt Purti and 138 megawatt Bardhan hydroelectric project in Chenab basin. Sutlej Jal Vidyut
Nigam Limited is a mini Regna category first and schedule A CPSE under administrative control of Ministry of Power, Government of India. Was incorporated on 24th May 1988 as a joint venture of Government of India and Government of Himachal Pradesh. Sajraj Jal Vidyut Nigam Limited is a hydroelectric power generation company. The company is the largest operational hydroelectric power generation facility in India based on installed capacity with an aggregative generation capacity of 1912 megawatt. അപ്പം ഇത് SJVIN എന്ന് പറഞ്ഞാല് സദ്രജ് ജൽ വൈദ്യുത് നിഗം ലിമിറ്റഡ് എന്നാണ്. ഇതൊരു മിനി രത്ന കമ്പനിയാണ്. കാറ്റഗറി 1 ഷെഡ്യൂൾഡ് എ ബേസിലുള്ള ഒരു കമ്പനിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഹിമാചൽ പ്രദേശുമാണ് ഈ കമ്പനിയുടെ ഒരു ഗ്രൂപ്പായിട്ട് നടത്തുന്നത്. ഇത് വന്നത് 24 മെയ് 1988. ഇത് ഓൾറെഡി കുറെ പ്രോജക്റ്റുകൾ ഈ കമ്പനി നടത്തിയിട്ടുണ്ട്. അത് 430 മെഗാവാട്ട് റെയിലോ ദുൽഗിയില്, 210 മെഗാവാട്ട് വൃത്തി ആൻഡ് 130 മെഗാവാട്ട് ബർദോങ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്. അത് ഈ ചെനാബ് റിവറിന്റെ തീരത്ത് തന്നെയായിരുന്നു. ഏറ്റവും വലിയ വിഹിതം ഉപയോഗിച്ച് ഇപ്പോൾ 1279 മെഗാവാട്ട് ശേഷിയിൽ 6 പ്രോജക്റ്റുകളുണ്ട്. ചെനാബ് തലത്തിൽ 430 മെഗാവാട്ട് റിയോലി ഡഗ്ലി, 210 മെഗാവാട്ട് പൊർത്തി, 130 മെഗാവാട്ട് ബർദാങ് ജലവൈദ്യുതി പദ്ധതികൾ കമ്പനി ഇതിനകം തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സത്ലജ് ജൽ വൈദ്യുത് നിഗം ലിമിറ്റഡ് ഒരു മിനി രത്ന കമ്പനിയാണ്. കാറ്റഗറി 1 ഷെഡ്യൂൾഡ് എ CPSE എന്നിവ വൈദ്യുതി മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ്. ഇന്ത്യ ഗവൺമെന്റും ഹിമാചൽ പ്രദേശ് സർക്കാരിന്റെയും സംയുക്ത സംരംഭമാണ് 1988 മെയ് 24 സംയോജിപ്പിച്ചു. ജലവൈദ്യുത ഉൽപാദന കമ്പനിയാണ് SJVN ലിമിറ്റഡ്. 1912 മെഗാവാട്ട് മൊത്തം ഉൽപാദന ശേഷിയുള്ള സ്ഥാപിത ശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത ഉൽപാദന കേന്ദ്രമാണ് ഈ കമ്പനി. This is a company, പദ്ധതി. ഇതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ചെനാബ് പുതിയതായിട്ട് തുടങ്ങുന്നത്. Next topic is India's first lithium refinery. India's first lithium refinery. India's first lithium refinery. India's first lithium refinery, which will process lithium ore to produce battery grade material, will be set up in Gujarat. Manigaran Power Limited, one of the country's largest power trading and renewable energy companies, will be investing over rupees 1,000 crore to set up this refinery. These are currently exploring a couple of places in Sanand and Dorela to set up this refinery. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിന്യൂവൽ കമ്പനി അല്ലെങ്കിൽ പവർ ട്രേഡിംഗ് ഏറ്റവും വലിയ കമ്പനിയാണ് മണികാരൻ പവർ ലിമിറ്റഡ്. ഇതാണ് പുതുതായിട്ട് ഇന്ത്യയില് ഫസ്റ്റ് ലിഥിയം റിഫൈനറി കമ്പനി അല്ലെങ്കിൽ ലിഥിയം റിഫൈനറി കൊണ്ടുവരുന്നത്. ഇറ്റ് വിൽ പ്രോസസ് ലിഥിയം ഓർ സ്വീകരിച്ച് അതിൽ നിന്ന് ബാറ്ററി ഗ്രേഡ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സൊക്കെയാണ് നടക്കുന്നത്. ഇതിന് ആദ്യം കമ്പനി ഇൻവെസ്റ്റ് ചെയ്തത് 1000 കോടിയുടെ പദ്ധതിയാണ്. 1000 കോടിയുടെ റിഫൈനറി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കമ്പനി, അതായത് മണികാരൻ പവർ ലിമിറ്റഡ് കമ്പനി. ഇത് ഗുജറാത്തിലാണ്.
ബാറ്ററി ഗ്രേഡ് മെറ്റീരിയൽ നിർമ്മിക്കുന്നതിനായി ലിഥിയം അയിര് സംസ്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി ഗുജറാത്തിൽ സ്ഥാപിക്കും. രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യുതി വ്യാപാര പുനരുപയോഗ ഊർജ കമ്പനികളായ മണികാരൻ പവർ ലിമിറ്റഡ് ഈ റിഫൈനറി സ്ഥാപിക്കുന്നത് 1000 കോടി രൂപ നിക്ഷേപിക്കും. ഈ റിഫൈനറി സ്ഥാപിക്കുന്നതിനായി സനദിലെയും ഡോളറിലെയും 2 സ്ഥലങ്ങൾ അവർ ഇപ്പോൾ പരിവേഷണം ചെയ്യും. Lithium is a rare element not usually found in India. The company will be importing lithium ore from Australia and will be processing it here. Last year, Manigaran Power had collaborated with Australian firm Neometal to top the Mount Mariam lithium mine in Western Australia. The proposed project is expected to help Gujarat secure raw material supply for domestic manufacturing of lithium batteries, as it looks to promote electric vehicle. There are already a few lithium or ion battery manufacturing plants which are being set up in Gujarat. ഇന്ത്യയിലെ ലിഥിയം കൂടുതലായിട്ട് കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കമ്പനി വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് മേടിച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ മേടിക്കുന്ന കമ്പനിയുടെ മൗണ്ട് മൈറോൺ ലിഥിയം മൈൻ എന്ന ഒരു കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത്. അതുപോലെ തന്നെ ലിഥിയം ബാറ്ററി ഉപയോഗിച്ച് കൂടുതലായിട്ടും എനർജി സോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇലക്ട്രിക് വെഹിക്കിളിലോട്ട് ഒരു മൊത്തത്തിൽ മാറ്റാൻ വേണ്ടിയുള്ള രീതിയിലോട്ടാണ് ഈ ഒരു റിഫൈനറി വരുന്നത്. ഇപ്പോഴും ഓൾറെഡി ചെറുതായിട്ട് ചെറിയ തോതിലൊക്കെ ലിഥിയം ബാറ്ററി മാനുഫാക്ചറിങ് ഇന്ത്യയിലും അല്ലെങ്കിൽ ഗുജറാത്തിലും ഉണ്ട്. ഇത് ഗുജറാത്തിലാണ് വരുന്നത്. അപ്പം ഓസ്ട്രേലിയയിൽ നിന്നാണ് ഈ ലിഥിയത്തിന്റെ അയിര് മേടിച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണയായി ഇന്ത്യയിൽ കാണാത്ത അപൂർവ ഘടകമാണ് ലിഥിയം. കമ്പനി ഓസ്ട്രേലിയയിൽ നിന്ന് ലിഥിയം അയിര് ഇറക്കുമതി ചെയ്യും. അത് ഇവിടെ പ്രോസസ് ചെയ്യും. കഴിഞ്ഞ വർഷം മണികാരൻ പവർ ഓസ്ട്രേലിയൻ കമ്പനി നിയോമെറ്റലുമായി സഹകരിച്ച് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ മൗണ്ടിയൻ മരിയൻ ലിഥിയം ഖനി ടാപ്പ് ചെയ്തു. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലിഥിയം ബാറ്ററികളുടെ ആഭ്യന്തര ഉത്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ വിതരണം സുരക്ഷിതമാക്കാൻ ഗുജറാത്തിന് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പദ്ധതി ഗുജറാത്തിൽ ഇതിനകം 2 കുറഞ്ഞ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റുകൾ സ്ഥാപിക്കും. Years ago, TDS Lithium Ion Battery Gujarat Private Limited is India's first lithium ion battery manufacturing plant in Gujarat, which is being set up jointly between Toshiba Corporation, Denso Corporation and Suzuki Motor Corporation to manufacture and supply batteries to Suzuki Motor Gujarat plant in Hosnapur. The foundation stone for the rupees 1,135 crore plant was laid in September 2017 when the Prime Minister Narendra Modi and his Japanese counterpart Shinzo Abe visited Gujarat. This lithium ion batteries manufacturing plant is expected to become operational by January or February 2021. Tata Group has been acquired land in Dholera Special Investment Region near Ahmedabad to set up a rupees 4,000 crore lithium ion battery plant. Apart from this, the Adani Group is also planning to set up a lithium battery manufacturing complex in the state. ഇതിന്റെ ഒരു
അതിന് മുന്നിൽ നോക്കുകയാണെങ്കിൽ 2017 ഈ ഒരു പ്രോഗ്രാമിന്റെ തുടക്കം, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ തുടക്കം 2017 അതില് ജാപ്പനീസുമായിട്ടൊരു കൗണ്ടർ പാർട്ടായിട്ട് തുടങ്ങിയ ഒരു ഫൗണ്ടേഷൻ സ്റ്റോണാണ്. 1135 കോടിയുടെ ഒരു പ്ലാന്റ് ആണ് ആ സമയത്ത് ഇന്ത്യയിൽ വരാൻ തുടങ്ങിയത്. അത് ഗുജറാത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ ലിഥിയം TDS ലിഥിയം ആൻഡ് ബാറ്ററി ഗുജറാത്ത് പ്രൈവറ്റ് ലിമിറ്റഡും ഇന്ത്യസ് ഫസ്റ്റ് ലിഥിയം ആൻഡ് ബാറ്ററി മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആയിട്ട് മാറിയത് TDS ലിഥിയം ആൻഡ് ബാറ്ററി ഗുജറാത്ത് പ്രൈവറ്റ് ലിമിറ്റഡാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് ജോയിന്റ് ചെയ്ത് നിൽക്കുന്നത് തോഷിബ കോർപ്പറേഷൻ, ഡെൻസ കോർപ്പറേഷൻ, സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ. ഈ 3 കോർപ്പറേഷന്റെയും ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതിന് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇത് ഓപ്പറേഷൻ വരുന്നത് 2011 ജാനുവരി ഫെബ്രുവരി 2011 ജാനുവരി ഫെബ്രുവരിയിലാണ് വരുന്നത്. TDS ലിഥിയം ആൻഡ് ബാറ്ററി ഗുജറാത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ആൻഡ് ബാറ്ററി നിർമ്മാണ പ്ലാന്റാണ്. തോഷിബ കോർപ്പറേഷൻ, ഡെൻസ കോർപ്പറേഷൻ, സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ എന്നിവ സംയുക്തമായി ഹസൻപൂരിലെ സുസുക്കി മോട്ടോർ ഗുജറാത്ത് പ്ലാന്റിലേക്ക് ബാറ്ററി നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി സംയുക്തമായി ആരംഭിക്കുന്നു. 2017 സെപ്റ്റംബർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് കൗണ്ടർ ഷിൻസോ ആബെയും ഗുജറാത്ത് സന്ദർശിച്ചപ്പോൾ 1135 കോടി രൂപ പ്ലാന്റിന് തറഞ്ഞു. ഈ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് 2021 ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ പ്രവർത്തനമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഹമ്മദാബാദിനടുത്തുള്ള ധോളേരെ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയണൽ 4000 കോടി രൂപ ലിഥിയം അയൺ ബാറ്ററി പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ടാറ്റ ഗ്രൂപ്പ് സ്ഥലം ഏറ്റെടുത്തു. ഇതുകൂടാതെ സംസ്ഥാനത്ത് ലിഥിയം ബാറ്ററി നിർമ്മാണശാലയും പുതുതായിട്ട് വന്നു. നെക്സ്റ്റ് ടോപ്പിക്, ഫസ്റ്റ് എവർ ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ. 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 High resolution cameras to detect defects on the track, real-time monitor on train equipment, remote handling of emergency alarm, and a graded removal of driver's cabin. Several upgrades are being made by the Delhi Metro in the run-up to the country's first driverless train launch. Prime Minister Narendra Modi will flag off the driverless train service on the 37-kilometer Meganath line, Janakpuri West to Botanical Garden, and will also be launching the fully operational National Common Mobility Card for travel on the 23rd kilometer apart express line New-Delhi to Dwarka sector 21. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ രഹിത ട്രെയിൻ, മെട്രോ ട്രെയിൻ ഡൽഹിയിൽ ലോഞ്ച് ചെയ്തു. 37 കിലോമീറ്റർ ദൂരത്തോട്ടാണ് പോകുന്നത്. ഇതിനു വേണ്ട ഹൈ റെസൊല്യൂഷൻ ക്യാമറ, റിയൽ ടൈം മോണിറ്റർ, ട്രെയിൻ എക്യുപ്മെന്റ്, അതുപോലെ തന്നെ എമർജൻസി അലാം, ഇതെല്ലാം ഇതുപോലെ ഡ്രൈവറിന്റെ ക്യാബിൻ ഇല്ലാത്ത ഒരു ട്രെയിനായിട്ടാണ്, മെട്രോ ട്രെയിനായിട്ടാണ്. നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് എന്ന ഒരു രീതിയിലുള്ള ട്രാവലിംഗ് ആണ് വരുന്നത്. 23 കിലോമീറ്റർ എയർപോർട്ട് എക്സ്പ്രസ് ലൈൻ ന്യൂഡൽഹി ടു ദ്വാരക സെക്ടർ 21. അപ്പൊ ഇത് പോകുന്നത് ജനക്പുരി വെസ്റ്റ് ടു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. 37 കിലോമീറ്റർ. ട്രക്കുകളുടെ തകരാറുകൾ കണ്ടെത്തുന്നതിനുള്ള ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറകൾ, ട്രെയിൻ ഉപകരണങ്ങളുടെ തത്സമയ നിരീക്ഷണം, എമർജൻസി അലാറങ്ങൾ, വിദൂരമായി കൈകാര്യം ചെയ്യൽ,
ഡ്രൈവർമാരുടെ ക്യാബിനുകളുടെ ഗ്രേഡ് നീക്കം ചെയ്യാൻ നിരവധി നവീകരണങ്ങൾ ദില്ലി മെട്രോയിലെ മുന്നോടിയായി രാജ്യത്ത് ആദ്യത്തെ ഡ്രൈവറില്ലാ ട്രെയിൻ വിക്ഷേപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 37 കിലോമീറ്റർ മജന്ത ട്രെയിനിൻ ജനക്പുരി വെസ്റ്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഡ്രൈവർല ട്രെയിൻ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കൂടാതെ 23 കിലോമീറ്റർ എയർപോർട്ട് എക്സ്പ്രസ് ലൈൻ പുതിയത് യാത്ര ചെയ്യുന്നതിനായി പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ദേശീയ കോമൺ മൊബിലിറ്റി കാർഡും സംരംഭിക്കും. ദില്ലി മുതൽ ദ്വാരക സെക്ടർ 21 വരെ. The Commission of Railway Safety has stipulated many conditions that will have to be fulfilled by the metro before introducing completely unattended train operation UTO. The technical team used to describe the final stage of driverless service. The rail check system, consisting of high-resolution camera to detect rail defect, must be commissioned before implementation of UTO. Defect on track cannot be captured with the placement and resolution of the cameras currently installed. The bandwidth capacity to relay footage in real time to the command center will be also have been augmented. As a result, complete transition to driverless mode is still some time away. For now, the metro plan to equip one train each 1 megathrough Pinnack lines with these cameras. The above equipment is prescribed to implementation of UTO. UTO means unattended train operational. അപ്പം ഇത് കമ്മീഷൻ ഓഫ് റെയിൽവേ സേഫ്റ്റി ഒരു ടീമാണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അൺമാൻഡ് ട്രെയിൻ ഓപ്പറേഷനിലാണ് സർവീസ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇതിന് ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഉണ്ട്, അല്ലെങ്കിൽ പാളങ്ങൾ നിരീക്ഷിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഇതിൽ ഒരുക്കിയിട്ടാണ് ഈ ഒരു ട്രെയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ വളരെ എന്താ പറയുക ഒരു വിജയകരമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഡ്രൈവർലെസ് മോഡാണ് മൊത്തത്തിൽ. ഡ്രൈവർ ഇല്ലാതെ വണ്ടി എങ്ങനെ പോകും, ട്രെയിൻ എങ്ങനെ പോകും എന്ന കാര്യത്തിൽ ഇത് കൃത്യമായിട്ട് കൊണ്ടുപോകും. പൂർണ്ണമായും ശ്രദ്ധിക്കാത്ത ട്രെയിൻ പ്രവർത്തനം UTO അവതരിപ്പിക്കുന്നതിന് മെട്രോ പാലിക്കേണ്ട നിരവധി നിബന്ധനകൾ റെയിൽവേ സുരക്ഷാ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. റെയിൽ തകരാറുകൾ കണ്ടെത്തുന്നതിന് ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറ അടങ്ങിയ റെയിൽ ടെക് ചെക്ക് സംവിധാനം UTO നടപ്പിലാക്കുന്നതിന് മുമ്പ് കമ്മീഷൻ ചെയ്യണം. നിലവിൽ ഇൻസ്റ്റാൾ ചെയ്ത ക്യാമറകളുടെ പ്ലേസ്മെന്റും റീഷെഡ്യൂൾസും ഉപയോഗിച്ച് ട്രക്കുകളുടെ തകരാറുകൾ പിടിച്ചെടുക്കാൻ കഴിയില്ല. ഫുട്ടേജുകൾ തത്സമയം കമാൻഡ് സെന്ററുകളിൽ റിലേ ചെയ്യാനുള്ള ബാൻഡ്വിഡ്ത്ത് ശേഷിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. തൽഫലമായി ഡ്രൈവർല മോഡലിലേക്കുള്ള പൂർണ്ണ പരിവർത്തനം ഇനിയും കുറച്ച് സമയമുണ്ട്. ഇപ്പോൾ ഈ ക്യാമറകൾ ഉപയോഗിച്ച് മജന്ത പിങ്ക് ലൈനുകളിൽ ഒരു ട്രെയിൻ വീതം സജ്ജമാക്കാൻ മെട്രോ പദ്ധതിയിടുന്നു. മേലെ പറഞ്ഞ ആവശ്യകത UTO നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. Years ago, the Union Minister of Housing and Urban Affairs issued a gazetted notification on 16th December adding UTO mode of operation in the Metro Railway General Rules 2020. Under the previous norms, unattended or driverless train operation were not allowed. Currently, drivers operated out of cabin located at the front of the back of every train, which block out the view of the track from the front and end coach. DMRC has engaged a consultant for inspection and review of system for implementation of UTO. ഇതിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത്, UTO. അങ്ങനെ മെട്രോ റെയിൽ ജനറൽ റൂൾസ് 2020 ഈ ഒരു കാര്യം. അതുപോലെ തന്നെ
ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ കുറേ രീതികം നടപടിക്രമങ്ങൾ. അതുപോലെ സാധാരണ ഒരു ട്രെയിൻ ഫ്രണ്ടിലും ബാക്കിലും തുടക്കവും ഒടുക്കവും കോച്ചില് ഓരോരോ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി ഉണ്ട്. അതുപോലെ തന്നെ അതിനു വേണ്ടിയാണ് ഫ്രണ്ടിലും ബാക്കിലും ട്രെയിൻ എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ ഈ ട്രെയിനിന്റെ ഒരു ലോഞ്ചിങ് ഉണ്ടാവുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം ഡിസംബർ 16 ഗസറ്റ് പുറപ്പെടുവിച്ചു. 2020 മെട്രോ റെയിൽ ജനറൽ റോഡുകൾ UPA പ്രവർത്തന രീതി ചേർത്തു. മുൻപത്തെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ശ്രദ്ധിക്കപ്പെടാത്തതോ പ്രൈവറ്റില്ലാത്തതോ ആയ ട്രെയിൻ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല. നിലവിൽ ഓരോ ട്രെയിനിന്റെയും മുമ്പിലും പിന്നിലും സ്ഥിതി ചെയ്യുന്ന ക്യാബിനറ്റ് നിന്ന് ഡ്രൈവർമാർ പ്രവർത്തിക്കുന്നു. ഇത് ഫ്രണ്ട് എൻഡ് കോച്ചുകളിൽ നിന്നുള്ള ട്രക്കുകളുടെ കാഴ്ച തടയും. UTO പ്രവർത്തനം നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പരിശോധിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമായി TMRC ഒരു കൺസൾട്ടൻസി ഏർപ്പെടുത്തി. Next topic, green propulsion for Gaganyaan. Green propulsion for Gaganyaan. Green propulsion for Gaganyaan. India Space Research Organization was developed green propulsion for its ambitious human space flight mission Gaganyaan, Chairman K. Shivan said on 26 December 2020. It may be adopted for use in the every stage of rockets. ISRO has made space-grade lithium-ion batteries, and this technology is useful for mass adoption of electric vehicle. ഇന്ത്യയുടെ ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ഗ്രീൻ പ്രൊപ്പൽഷൻ ambitious പ്രോജക്റ്റ് ആണ് ഗ്രീൻ പ്രൊപ്പൽഷൻ. ഗഗൻയാൻ ചെയർമാൻ ISROയുടെ ചെയർമാൻ K. ശിവൻ 2020 ഡിസംബർ 26 ഇതിന്റെ ഒരു മിഷന്റെ കാര്യം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ഇത് പോകുന്നത് ലിഥിയം, നമ്മൾ മുന്നേ കണ്ടു, ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു ചാർജബിളിലാണ് ഇത് മൊത്തം പ്രവർത്തിക്കുന്നത്. ഇതിൽ ഈ ഒരു ഗഗൻയാൻ മിഷൻ പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഗ്രീൻ പ്രൊപ്പൽഷൻ അതിന്റെ ബഹിരാകാശ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ 2020 ഡിസംബർ 26 ചെയർമാൻ K. ശിവൻ പറഞ്ഞു. റോക്കറ്റിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇത് ഉപയോഗിക്കാം. സ്പേസ് ഗ്രേഡ് ലിഥിയം അയൺ ബാറ്ററീസ് ഇസ്രോ നിർമ്മിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ കൂട്ടത്തോടെ സ്വീകരിക്കാൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്രദമാണ്. Eco-friendly solid propelled based on glyceride acid polymer GAP as fuel and ammonium D-nitramate ADN as oxidizer at the laboratory level, which will eliminate the emission of fluorinated exhaust produced from the rocket motors. In addition, ISRO is also carrying out various technology demonstration projects involving green propellant combination such as hydrogen peroxide, H2O2, kerosene, liquid oxygen LOX, liquid methane, ADN methanol, water ADN, glycerol, water, etc. ISRO has already been the move towards environment-friendly and green propellant with the acceptance of liquid oxygen, liquid hydrogen, kerosene-based propulsion system for launch vehicle and use of electric propulsion for spacecraft. The LOX-LH2 combination is already being used to cryogenic upper stage of the GSLV and GSLV Mach 3 launch vehicle.
ISRO has successfully developed ISROSense, which is a rocket-grade version of the kerosene as an alternative to conventional hydrogen rocket fuel. ISRO has successfully demonstrated electric propulsion system of station-keeping operation in the South Asia satellite launch on May 5th, 2017. അതുപോലെ തന്നെ ISRO വികസിപ്പിച്ചെടുത്ത ഈ ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രീൻ പ്രൊപ്പൽഷനിൽ ഗ്ലിസൈഡ് അസൈഡ് ഫ്ലോറിമർ, അതുപോലെ തന്നെ അമോണിയം ഡി നൈട്രമൈഡ്, ഓക്സിഡൈസിങ് ഏജന്റായിട്ട് വിളിക്കുന്നത്, അങ്ങനെയുള്ള കുറേയധികം കെമിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രീൻ പ്രൊപ്പലന്റ് കോമ്പിനേഷൻ കൊണ്ടുവന്നത്. ഇതില് ഹൈഡ്രജൻ പെറോക്സൈഡ്, കെറോസിന്, ലിക്വിഡ് ഓക്സിജന്, ലിക്വിഡ് മീഥേന്, ADN മെഥനോൾ വാട്ടർ, ADN ഗ്ലിസറോൾ വാട്ടർ എന്നിവ എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇതിന്റെ ഒരു വർക്ക് നടക്കുന്നത്. അടിസ്ഥാനമാക്കിയുള്ള ഇക്കോ ഫ്രണ്ട്ലി സോളിഡ് പ്രൊപ്പൽഷനിലും ലബോറട്ടറി തലത്തിൽ ഓക്സിഡൈസിലുമാണ് അമോണിയം ഡി നൈട്രമൈഡ്. ഇത് റോക്കറ്റ് മോട്ടോറിൽ നിന്ന് ക്ലോറിനേറ്റ് ചെയ്ത് എക്സോസ്റ്റ് ഉൽപ്പന്നങ്ങൾ പുറത്തുവിടുന്ന ഇല്ലാതാക്കും. കൂടാതെ ഗ്രീൻ പ്രൊപ്പലന്റ് കോമ്പിനേഷനുകളുമായി ഹൈഡ്രജൻ പെറോക്സൈഡ്, മണ്ണെണ്ണ, ലിക്വിഡ് ഓക്സിജൻ, ലിക്വിഡ് മീഥേൻ, NDL മെഥനോൾ വാട്ടർ, ADL ഗ്ലിസറോൾ വാട്ടർ തുടങ്ങിയ വിവിധ സാങ്കേതിക പ്രവൃത്തികളും ഇസ്രോ നടത്തിയിട്ടുണ്ട്. ലോഞ്ച് വാഹനങ്ങൾക്കായി ലിക്വിഡ് ഓക്സിജൻ, ലിക്വിഡ് ഹൈഡ്രജൻ, ലാക്സ്, മണ്ണെണ്ണ അടിസ്ഥാനമാക്കിയുള്ള പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ, ബഹിരാകാശ പേടകങ്ങളിൽ നിന്നുള്ള ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എന്നിവയുടെ ഉപയോഗം എന്നിവയിലൂടെ പരിസ്ഥിതി സൗഹൃദവും ഹരിതവുമായ പ്രൊപ്പലിലേക്കുള്ള നീക്കം ഇസ്രോ ഇതിനകം ആരംഭിച്ചു. GSLV Mk3 ലോഞ്ച് വാഹനങ്ങളുടെ ക്രിയോജനിക് മുകളിലുള്ള ഘടകങ്ങളിൽ LOX LH2 കോമ്പിനേഷൻ ഇതിനകം ഉപയോഗിച്ചു. പരമ്പരാഗത ഹൈഡ്രജൻ റോക്കറ്റ് ഇന്ധനത്തിന് പകരമായി മണ്ണെണ്ണയുടെ റോക്കറ്റ് ഗ്രേഡ് പതിപ്പായി ഇസ്രോ വിജയകരമായി വികസിപ്പിച്ചെടുത്തു. 2017 മെയ് 5 വിക്ഷേപിച്ച ദക്ഷിണേന്ത്യ ഉപഗ്രഹത്തിൽ സോഷ്യൽ സ്റ്റേഷൻ സൂക്ഷിച്ചിരിക്കുന്നതിനുള്ള പ്രവർത്തനത്തിനായി ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സംവിധാനം ഇസ്രോ വിജയകരമായി പ്രവർത്തിപ്പിച്ചു. നെക്സ്റ്റ് ടോപ്പിക്, പതംഗഡി മൂവ്മെന്റ്. The government in Jharkhand has decided to drop all cases related to the Pantangadi movement. Of 2017-18, the government is still to send a requisition to the court to withdraw the cases, many of which involve charges of sedition filed by the previous government. അപ്പം 2017-18 പതംഗഡി മൂവ്മെന്റിന്റെ എല്ലാ കേസുകളും ജാർഖണ്ഡ് ഗവൺമെന്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ എന്താണ് പതംഗഡി മൂവ്മെന്റ് നമുക്ക് നോക്കാം. 2017-18 ഈ ഒരു മൂവ്മെന്റ് നടന്നത്. പതംഗഡി ജാർഖണ്ഡിൽ. പതൽഗഡി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഉപേക്ഷിക്കാൻ ജാർഖണ്ഡ് സർക്കാർ തീരുമാനിച്ചു. കേസുകൾ പിൻവലിക്കാൻ സർക്കാർ ഇപ്പോഴും കോടതിയിലേക്ക് ഒരു അഭ്യർത്ഥന അയച്ചിട്ടുണ്ട്. അവയിൽ പലതും മുൻ സർക്കാർ സമർപ്പിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി. What is the Patagalgi movement? The word Patagalgi is drawn from the tribal custom of erecting stone plug on the thumb of tribal people in the Jharkhand, which are 32 tribal communities, which the provision of Panchayat Extension and Scheduled Areas Act (PSA) came into force. They started the practice of erecting stone plug in the village with the provision of Act inscribed on it.
This was done that empower people belong to the 5th scheduled area on the legal and constitutional safeguard. അപ്പോൾ ഈ പതൽഗഡി മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് പതൽഗഡി എന്ന് പറഞ്ഞാല് ട്രൈബൽ കസ്റ്റമിന്റെ ഇറാഡിക്കേഷൻ പ്ലഗ് എന്നൊരു രീതിയിൽ നിന്ന് വന്നൊരു പേരാണ് പതൽഗഡി. 32 കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നതാണ് ജാർഖണ്ഡില്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഈ ഒരു രീതി വേണ്ടെന്ന് വെച്ച് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഷെഡ്യൂൾഡ് ഏരിയ ആക്ട് പ്രകാരമാണ് ഇത് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നത് the practice of erecting stone like the village the professional aspect of it. അതുപോലെ തന്നെ ഇത് മറ്റുള്ള 5th ഷെഡ്യൂൾഡ് ഏരിയയിലോട്ടും ലീഗലി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലി സേഫ് ഗാർഡ് ആണെന്നും പറയുന്നു. 32 ഗോത്ര സമൂഹങ്ങളുടെ ജാർഖണ്ഡിലെ ആദിവാസി ജനങ്ങളുടെ ശവകുടീരത്തിൽ നിന്ന് കല്ല് ഫലകങ്ങൾ സ്ഥാപിക്കുന്നതിന് ഒരു ഗോത്ര സമ്പ്രദായത്തിൽ നിന്ന് പതൽഗഡി എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത്. പഞ്ചായത്തുകളുടെ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ ഗ്രാമങ്ങളിൽ കല്ല് ഫലകങ്ങൾ സ്ഥാപിക്കുന്ന രീതി അവർ ആരംഭിച്ചു. 5ാം ഷെഡ്യൂൾ ഏരിയയിലെ ആളുകളെ അവരുടെ നിയമപരവും ഭരണഘടനാപരവുമായ സുരക്ഷയ്ക്കായി ശാക്തീകരിക്കുന്നതിനാണ് ഇത് ചെയ്തത്. The previous government has attempted to tweak Chota Nagpur Land Tenancy Act 1908 and Santal Parangana Tenancy Act 1949, in which tribal can buy or sell their land only another tribal by possessing an ordinance amending Land Acquisition Act Jharkhand Amendment in 2017 and awaited government's approval. However, the bill never got to go ahead due to the massive protest by the tribal communities. This led to violence in the state capital and protests were held in the various parts of the state. As an extension to this protest, the tribal of Khanti, Gambla, Shimge, Sarikele, West Shingbalam area started erecting stone in their village with Pesse provision highlighting the right which came to be known as the Patagadi movement. 1908 ചോട്ടാ നാഗ്പൂർ ലാൻഡ് ടെൻഡൻസി ആക്ടിലും സാന്താൾ പാരങ്കന ടെൻഡൻസി ആക്ട് 1949 ഈ ഒരു കാര്യം, അതായത് ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു സ്ഥലം അത് അവർക്ക് മറ്റൊരു ട്രൈബലിന് മാത്രമേ കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പോയി മേടിക്കാൻ പറ്റൂ. ഇത് പിന്നെ അമെൻഡ് ചെയ്തു 2017 ലാൻഡ് അക്വിസിഷൻ ജാർഖണ്ഡ് അമെൻഡ് ചെയ്തു. അതിലും ഈ കാര്യം തന്നെ പറയുന്നു. അതുപോലെ ഇവരുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മാസീവ് ഇതിൽ നിന്നുള്ള ഈ ഒരു ശവകുടിയിൽ സ്ഥാപിച്ചിട്ട് കല്ല് നീക്കം ചെയ്യാൻ വേണ്ടി ഉള്ള അതിന് വേണ്ട എന്ന രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു മൂവ്മെന്റ് ആയിരുന്നു പതൽഗഡി. ചോട്ടാ നാഗ്പൂർ ലാൻഡ് ടെൻഡൻസി ആക്ട് 1949 സത്താർ പർഗാന ടെൻഡൻസി ആക്ട് എന്നിവ മാറ്റാൻ മുൻ സർക്കാർ ശ്രമിച്ചിരുന്നു. അതിൽ ഒരു ഗോത്രവർഗങ്ങൾക്ക് അവരുടെ ഭൂമി മറ്റൊരു ഗോത്രക്കാർക്ക് മാത്രം വാങ്ങാനോ വിൽക്കാനോ കഴിയും. ഭൂമി ഏറ്റെടുക്കൽ നിയമം ജാർഖണ്ഡ് ഭേദഗതി ചെയ്തു. ഓർഡിനൻസ് പാസാക്കി 2017 ഗവൺമെന്റ് അംഗീകാരത്തിലായി കാത്തിരിക്കും. എന്നിരുന്നാലും ആദിവാസി സമൂഹങ്ങളിലെ വൻ പ്രതിഷേധത്തെ തുടർന്ന് ബില്ലിനെ ഒരിക്കലും മുന്നോട്ട് പോകാനാണ്. ഇത് സംസ്ഥാന പ്രസ്ഥാനത്ത് ആക്രമണത്തിലേക്ക് നയിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടന്നു. ഈ പ്രതിഷേധത്തിന്റെ വിപുലീകരണത്തിന്റെ നിലയിൽ കുണ്ടി, ഗംഡു, സിന്ദഗെ, സൊറേഗോലെ, വെസ്റ്റ് സിംഭൂം പ്രദേശങ്ങളിലെ ആദിവാസികൾ തുടങ്ങി അവരുടെ ഗ്രാമങ്ങളിൽ കല്ലുകൾ സ്ഥാപിക്കാൻ തുടങ്ങി. Next,
New species of snake discovered in Arunachal Pradesh. New species of snake discovered in Arunachal Pradesh. New species of snake discovered in Arunachal Pradesh. A team of researchers have discovered a new species of snake-eating snake, Parius kaduri, of the genus Parius from the eastern Himalaya. Members of the snake subfamily Parinae are the strictly nocturnal, abnormal, and are one of the most fascinating group of snakes that feed on a rather unusual prey. The specialists in feeding on snails are present in the remarkable case of dactyly specialization, where they have asymmetry in their detention on the maxilla to devour prey like snails and slugs. അപ്പം സ്നെയിലിനെയും സ്ലഗിനെയും ഈറ്റ് ചെയ്യുന്ന പുതിയ ഒരുതരം പാമ്പിനെ ഈസ്റ്റേൺ ഹിമാലയയിൽ നിന്ന് റിസർച്ചുകൾ കണ്ടുപിടിച്ചു. അത് പാരിസെ എന്ന ഒരു സബ്ഫാമിലിയിൽ, സ്നേക്കിന്റെ സബ്ഫാമിലിയിൽ ഒരു മെമ്പറിനാണ് കണ്ടത്. കിഴക്കൻ ഹിമാലയത്തിൽ നിന്നുള്ള പാരിയസ് ജിസിൽപ്പെട്ട ഒരു പുതിയിനം കൊച്ചിനെ തിന്നുന്ന പാമ്പായ പാരിയസ് കുടിരി ഗവേഷണ സംഘം കണ്ടെത്തി. പരീന എന്ന പാമ്പിന്റെ ഉപ കുടുംബത്തിലെ അംഗങ്ങൾ കർശനമായി രാത്രികാല അർബേറിയൻ അസാധാരണമായ ഇരകളെ മേയ്ക്കുന്ന പാമ്പുകളുടെ ഏറ്റവും ആകർഷകമായ ഗ്രൂപ്പുകളൊന്നാണ്. കൊച്ചുകൾക്ക് ഭക്ഷണം നൽകുന്നതിൽ അവർ വൈദഗ്ധ്യം നേടുകയും ഭക്ഷണ സ്പെഷ്യലിസ്റ്റുകളിലെ ശ്രദ്ധേയമായ ഒരു കേസ് അവതരിപ്പിക്കുകയും ചെയ്യും. The research team include from Bombay Natural History Society, Mumbai, National Center for Biological Science, Bengaluru, and College from Pune and Surat. During the herpetological expedition from June 25th to August 5, 2019, all researchers surveyed several localities across the northeastern state of Arunachal Pradesh. During the survey, they collected specimens of Parius which looked visually similar to the each other that were later identified to belong to two sympathetic species based on the structure of the hemipenis. അപ്പം ഇത് നടത്തിയ 2-3 റിസർച്ചേഴ്സ് ചേർന്ന് ബോംബെ നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റിയും മുംബൈയും, നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസും ബംഗളൂരു, അതുപോലെ തന്നെ പൂനെയിലെ സൂറത്തിലെ കോളേജിലെ ഈ റിസർച്ച് അല്ലെങ്കിൽ ഈ റിസർച്ച് ഭാഗത്തേക്ക് പാമ്പിനെ കണ്ടെത്തിയത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള അരുണാചൽ പ്രദേശ് കണ്ടെത്തിയതും ഇതിന്റെ എക്സ്പ്ലനേഷൻ നടക്കുന്നത് ജൂൺ 2025 മുതൽ 2019 ഓഗസ്റ്റ് 5 വരെയുള്ള കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് ഇതിന്റെ ഒരു എന്താ പറയുക റിസർച്ചിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എത്തിയത്. One population was attributed to species P, Monticolo, based on the Wechsler scale number and lack of keels or dorsal scale and shape of hemipenis. The other, however, could not be attributed to any of the species reported from India, owing to the difference in scalation and hemipenis morphology. This is the third discovery of the species from the area. Unfortunately, this area is close to Dibang Valley, where the government has proposed to hydroelectric power project, which will lead to the destruction of natural habitat. ഇതിന്റെ ഒരു പോപ്പുലേഷൻ ഒരുപാട് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു തിരിച്ചറിയുന്ന സ്കെയിൽ എന്ന് പറഞ്ഞാൽ ചെകിള, അതുകൊണ്ട് പാമ്പുകളുടെ ചെകിള പോലെ തന്നെയാണ്
സ്കെയിൽ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അതിന്റെ ഹെമിപെനിസില്, അതുപോലെ തന്നെ ഇത് സ്കെയിലേഷനിലാണ് ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. മൊത്തത്തിൽ ഇതിന്റെ ഈ സ്പീഷീസിലോട്ടുള്ള എല്ലാ പാമ്പുകളുടെയും എന്ന് പറഞ്ഞാല് അതിന്റെ ഈ സ്കെയിലേഷനിലുള്ള ഡിഫറൻസ് ആണ്. ഈ ചികളകളുടെ ഒരു അടുക്കിന്റെ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് തിരിച്ചറിയുന്നത് അതിന്റെ ഡിസ്കഷൻ. ഇത് ദിബാങ് വാലിയിലാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. ഇത് മൂന്നാമത്തെ ഡിസ്കവറിയാണ് ഈ പാമ്പിന്റെ. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഈ ഒരു ഏരിയയിൽ ക്ലോസ് ഹൈഡ്രോ പ്രോജക്റ്റ് പവർ പ്രോജക്റ്റ് വരുന്നുണ്ട്. ഗവൺമെന്റ് ഇവിടെ ബാൻ ചെയ്തിട്ടാണ് ഈ ഒരു റിസർച്ച് പരിപാടി. ബംഗളൂരു, പൂനെ, സൂറത്ത് എന്നിവയിൽ നിന്നുള്ള ഗവേഷണ സംഘങ്ങളും ഉൾപ്പെടുന്നു. 2019 ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 5 വരെയുള്ള ഒരു ഹെർപ്പറ്റോളജിക്കൽ പര്യവേഷണ വേളയിൽ എല്ലാ ഗവേഷകരും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശിലെ നിരവധി പ്രദേശങ്ങളിൽ സർവേ നടത്തി. സർവേകൾക്കിടയിൽ പാരീസിന്റെ മാതൃകയിൽ അവർ ശേഖരിച്ചു. അവ പരസ്പരം സമാനമായി കാണപ്പെടുന്നു. അവ പിന്നീട് ഹെമസ്പെറ്റിന്റെ ഘടനയെ അടിസ്ഥാനമാക്കി 2 വിഭാഗങ്ങളുള്ള ഇനങ്ങളിൽ പെട്ടവരാണ് തിരിച്ചറിയുന്നത്. വെട്രൽ സ്കെയിൽ നമ്പറിലെ അടിസ്ഥാനമാക്കിയുള്ള പി മുണ്ടിക്കോളോ ടോർസൽ സ്കെയിലുകളുടെ കീഴിലുള്ള അഭാവം, ഹെമിപെനിസിന്റെ ആകൃതി എന്നിവയുടെ ഒരു ജനസംഖ്യയ്ക്ക് കാരണം. എന്നിരുന്നാലും സ്കെയിലേഷനുകളുടെയും ഹെമിപെനിസിന്റെയും മോർഫോളജിയുടെയും അടിസ്ഥാനം കാണാൻ മറ്റൊന്ന് ഇന്ത്യയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രദേശത്ത് നിന്നുള്ള ഒരു ഇനത്തിന്റെ മൂന്നാമത്തെ കണ്ടെത്തലിനാണ്. നിർഭാഗ്യവശാൽ ഈ പ്രദേശം ദിബാങ് താഴ്വരയിൽ ചേർന്നതാണ്. അവിടെ സർക്കാർ പുതിയ ഒരു ജലവൈദ്യുത പദ്ധതി രൂപകൽപ്പന ചെയ്തുകൊണ്ട് അവിടെ ഇപ്പോൾ ബാൻ ചെയ്തു. ഇതാണ് സ്നേക്ക്.